ഹലോ, നമ്മളിന്ന് പറയാൻ പോകുന്നത് ജസ്റ്റ് ആധാർ കാർഡും പാൻ കാർഡും ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് മാത്രം വെച്ചിട്ട് 500 മുതൽ 30,000 വരെ ലോൺ കിട്ടുന്ന ഒരു വെബ്സൈറ്റിനെ പറ്റിയിട്ടാണ്. RBI അപ്രൂവ് ആയിട്ടുള്ള NBFC ത്രൂ ആണ് ഇവർ ലോണൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നത്. നവീൻ ബ്രോസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന NBFC ആണ് നമുക്ക് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. ഈ NBFC 2004 തൊട്ട് വർക്കിംഗ് ആണ്. അപ്പോൾ വിശ്വസിച്ച് ലോണൊക്കെ എടുക്കാൻ പറ്റും. വേറെ ഇഷ്യൂസ് കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ അത്യാവശ്യം വരുന്നുണ്ട്. എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു 500 ലോൺ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 30 ദിവസം കൊണ്ട് തിരിച്ച് 800 ആയിട്ട് അടയ്ക്കേണ്ട പ്ലാനാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. ആകെ ഇതിൽ 10 കുറവാണ് കിട്ടുന്നുള്ളൂ. 10 ദിവസം തൊട്ട് 30 ദിവസത്തിനുള്ളിലുള്ള ഇടയിലൊക്കെയാണ് കിട്ടുന്നുള്ളൂ 10 അപ്പോൾ അതുപോലെ തന്നെ 10 ദിവസത്തേക്കാണ് 500 എടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് 650 ആയിട്ട് അടക്കേണ്ടി വരും. അപ്പോൾ ഇൻട്രസ്റ്റ് ഹൈയാണ്. അപ്പോൾ ബ്രാഞ്ച് ട്രൂ ബാലൻസ് ഒക്കെ നോക്കി അതൊന്നും കിട്ടണമെങ്കിൽ മാത്രം നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് ത്രൂ ലോൺ എടുക്കാവുന്നതാണ്. നല്ലപോലെ അപ്രൂവലൊക്കെ കൊടുക്കുന്നുണ്ട് ഈ വെബ്സൈറ്റ്. ഇവർ 20 വയസ്സിനും 60 വയസ്സിനും ഇടയിലുള്ളവർക്കാണ് ലോൺ പ്രൊവൈഡ് ചെയ്യുന്നത്. എന്തായാലും വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ അത് ത്രൂ തന്നെ അപ്ലൈ ചെയ്യുക. കാരണം റെഫറൽ കാര്യങ്ങളൊന്നുമല്ല, വെബ്സൈറ്റ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾ സെർച്ച് ചെയ്തിട്ട് അപ്ലൈ ചെയ്യുമ്പോൾ തെറ്റാനുള്ള സാധ്യതകളുണ്ട്. പിന്നെ വീഡിയോ മുഴുവനായിട്ട് കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. കാരണം ഇതിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് കാര്യങ്ങളൊക്കെ ഫുള്ളായിട്ട് പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. നിങ്ങൾ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. വേറെ എവിടെയും ലോണൊന്നും കയറുന്നില്ല. അത്ര അത്യാവശ്യമാണെന്നുണ്ടെങ്കിൽ മാത്രം ഇത് യൂസ് ചെയ്ത് ലോൺ എടുക്കുക. കാരണം നല്ലപോലെ ഇൻട്രസ്റ്റ് വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ എങ്ങനെയാണെന്ന് നോക്കാം. അതിന് മുന്നേ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ വീഡിയോ കാണുന്നത് വെച്ചാൽ നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ എനേബിൾ ചെയ്ത് വയ്ക്കുക. കാരണം കൂടുതൽ ലോൺ റിലേറ്റഡ് വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇനി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾക്ക് EMI കാർഡുകളിലോ അല്ലെങ്കിൽ ആമസോൺ, ഫ്ലിപ്കാർട്ട്, പേ ലെറ്ററിലൊക്കെ ലിമിറ്റ് കൺവേർട്ട് ചെയ്ത് ക്യാഷ് ആക്കണമെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. നോർമൽ ആപ്പുകളിൽ ചോദിക്കണ പോലെ തന്നെ നമ്മുടെ പേഴ്സൺ ഡീറ്റെയിൽസും എംപ്ലോയ്മെൻറ്റ് ഡീറ്റെയിൽസാണ് ഈ വെബ്സൈറ്റിൽ ചോദിക്കുന്നത്. അതൊക്കെ കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കുക. ശേഷം പിന്നെ ഒരു അഡീഷണൽ ഇൻഫോയിൽ നമ്മുടെ ഒരു റിലേറ്റീവിൻ്റെ നെയിമും ഫോൺ നമ്പറും കൊടുക്കാൻ പറയുന്നുണ്ട്. അതും കൊടുത്ത് കണ്ടിന്യൂ ചെയ്യുക. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്നത് നമ്മുടെ ആധാർ വെരിഫിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ ആധാർ കാർഡിൻ്റെ നമ്പർ അടിച്ചതിന് ശേഷം അത് കണ്ടിന്യൂ ചെയ്യുക. അത് കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് വെരിഫൈ ചെയ്യേണ്ട സെക്ഷനാണ്. അപ്പോൾ നമ്മുടെ IFSC കൂടെ അടിച്ചു കൊടുത്തതിന് ശേഷം അവിടെ കണ്ടിന്യൂ ചെയ്യുക. അതിനുശേഷം പിന്നെ നമുക്ക് നെക്സ്റ്റ് വരുന്ന സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെരിഫൈ ചെയ്യേണ്ട സെക്ഷനാണ്. അപ്പോൾ നമ്മുടെ ബാങ്ക് അക്കൗണ്ടായിട്ട് കണക്ട് ചെയ്ത മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. OTP അടിച്ചു കൊടുത്തതിന് ശേഷം നമ്മുടെ ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ് വെരിഫൈ ചെയ്യേണ്ട സെക്ഷൻ കഴിഞ്ഞു. പിന്നെ ഉള്ളത് നമുക്ക് ഒരു സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്യേണ്ട സെക്ഷനാണ്. കറക്റ്റായിട്ട് തന്നെ ഒരു സെൽഫി എടുത്ത് അപ്ലോഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കണ്ടീഷൻസ് കൺഫേം ചെയ്യേണ്ട സെക്ഷനാണ്. അതായത് അവർ അവിടെ നമുക്ക് ലോൺ എമൗണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ്, 10 എല്ലാം കാണിക്കും. അതൊക്കെ നിങ്ങൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റും. ഓക്കെ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ചെയ്യുക. അതിലിപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ 30,000 രൂപയ്ക്ക് 10 ദിവസത്തേക്കാണെന്നുണ്ടെങ്കിൽ 8,340 ഇൻട്രസ്റ്റ് വരുന്നത്. പിന്നെ 500 രൂപയാണ് 10 ദിവസത്തേക്കാണെന്നുണ്ടെങ്കിൽ 139 രൂപയാണ് എക്സ്ട്രാ വരിക. 500 രൂപ 30 ദിവസത്തേക്കാണെന്നുണ്ടെങ്കിൽ 300 സംതിങ് ആണ് എക്സ്ട്രാ വരുന്നത്. അപ്പോൾ അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഗെറ്റ് മണി അടിച്ച് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ആപ്ലിക്കേഷൻ പെൻഡിങ്ങിലായിരിക്കും കിടക്കുക. അതൊരു 12 മണിക്കൂറിനുള്ളിൽ നിങ്ങൾക്ക് അതിൻ്റെ സ്റ്റാറ്റസ് അറിയാൻ പറ്റും. ഇനി നിങ്ങൾക്ക് 12 മണിക്കൂർ കഴിഞ്ഞിട്ടും സ്റ്റിൽ പെൻഡിങ് ആണെന്നുണ്ടെങ്കിൽ അവരവിടെ കസ്റ്റമർ കെയറിൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അവരെ നിങ്ങൾക്ക് ഡയറക്റ്റ് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് അപ്രൂവൽ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണിക്കുന്ന പോലെ ആയിരിക്കും നിങ്ങൾക്ക് കാണിക്കുക. അപ്രൂവ് ആയിട്ടുള്ള എമൗണ്ട്, ഇൻട്രസ്റ്റ് റേറ്റ്, പ്രോസസ്സിംഗ് ഫീ എല്ലാ കാര്യങ്ങളും അവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ ഓക്കെ ആണെന്നുണ്ടെങ്കിൽ ഗെറ്റ് മണി അടിച്ച് കണ്ടിന്യൂ ചെയ്യുക. അതല്ലെങ്കിൽ നോട്ട് സാറ്റിസ്ഫൈഡ് അടിച്ച് ക്യാൻസൽ ചെയ്യാവുന്നതാണ്. കണ്ടിന്യൂ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ നെക്സ്റ്റ് സ്റ്റെപ്പ് വരെ ഓട്ടോ ടൈപ്പിറ്റ് സെറ്റപ്പ് ചെയ്യേണ്ട സെക്ഷനാണ് വരുന്നത്. അതായത് നമ്മുടെ ബാങ്ക് അക്കൗണ്ട് ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ അടിച്ചു കൊടുത്തതിന് ശേഷം ഇത് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പിന്നെ നമുക്കൊരു സാങ്ഷൻ ലെറ്റർ ആണ്. അതായത് ഇത് സൈൻ ചെയ്യുക. ജസ്റ്റ് OTP വൈസ് ഒരു സൈനിങ് ആയിരിക്കും. അത് അടിച്ചു കൊടുത്തതിന് അത് കംപ്ലീറ്റ് ചെയ്യും. ഇത്രയേ ഉള്ളൂ. ഇതിനുശേഷം നമുക്ക് 24 മണിക്കൂറിനുള്ളിൽ നമ്മുടെ അക്കൗണ്ടിലേക്ക് എമൗണ്ട് കയറുന്നതായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത്യാവശ്യമായിട്ട് ലോണൊക്കെ നോക്കി എടുക്കുന്നവരാണ്, വീഡിയോ അപ്രൂവലൊക്കെ കിട്ടാത്തവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ വെബ്സൈറ്റ് യൂസ് ചെയ്ത് ലോൺ എടുക്കാവുന്നതാണ്. അപ്പോൾ ആവശ്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക.